അതിക്രൂരമായാണ് പറവൂർ ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അയൽക്കാരനായ ഋതു എന്ന യുവാവ് തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. പോലീസും നിയമവും നോക്കുകുത്തിയായപ്പോൾ നഷ്ടമായത് 3 ജീവനുകളാണ്. ഇനിയും ഇതെല്ലാം ആവർത്തിക്കപ്പെടില്ലേ? നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെ മതിയോ? അവനും മരണശിക്ഷ തന്നെ കിട്ടും. ഇനി മേലാൽ ഇതുപോലെ ആരും ആവർത്തിക്കരുത്. നിസ്സാര വയസ്സുള്ളവന്, എത്ര വയസ്സുണ്ടാവും? 26 വയസ്സെങ്ങാണ്ട് ഉള്ളവന്. അപ്പോൾ ഒരു 4 പേരെയാണ് അതിദാരുണമായിട്ട് വന്നത്. ഈ ചേന്നമംഗലം പഞ്ചായത്തിൽ ഞങ്ങൾ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇത് കേട്ട് ഇങ്ങനെ പരിചയമുള്ളൂ. അല്ലാണ്ട് അത് കൺമുൻപിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഈ അരുങ്കൊല അപ്പോൾ ഇനി മേലാൽ ആവർത്തിക്കരുത്. അവന് മരണശിക്ഷ തന്നെ കിട്ടണം. അത്രയ്ക്കും പാവപ്പെട്ടവരവർ, ആരോടും ഒരു ഇതിനുമില്ലാത്ത ഒരു കുടുംബമാണത്. ആ ചേച്ചിയാണെങ്കിലും ആ ചേട്ടനാണെങ്കിലും പിന്നെ നമ്മുടെ ഇവിടെ ഈ കരിമ്പാടത്ത് വണ്ടി ഓടിച്ചിരുന്നവനാണ് ജതിൻ എന്ന് പറഞ്ഞവൻ. അവനാണെങ്കിലും ആരോടും ഒന്നിനുമില്ലാത്തൊരു നല്ല പയ്യനായിരുന്നു. ഇനിയുള്ള 2 പെൺപിള്ളേരുടെ കാര്യം, അവൻ്റെ കുട്ടികൾ, ഇനി അവർക്ക് ആരുണ്ട്? സർക്കാർ എല്ലാ ചിലവും കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊടുത്തോണ്ട് അവരുടെ അച്ഛനെ അമ്മനെ തിരിച്ചു കിട്ടുമോ? അവർക്ക് കിട്ടൂലല്ലോ, കിട്ടൂല. അതായത് ഈ കഴിഞ്ഞ ദിവസം ഷാരൂൺ വധക്കേസിൽ ഒരു വധശിക്ഷക്കല്ല വിധിച്ചത് എന്ന പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കക്ഷീനെ വധശിക്ഷക്കന്നെ വിധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. അത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നുള്ള രീതിയിലുള്ള ശിക്ഷയായിരിക്കണം വേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ അമ്മേനെ ഒരാൾ ചെക്കൻ കൊന്നു. ഇതൊക്കെ ലോകത്ത് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും. ഇത്തരം വാർത്ത ഇതായിട്ടും ഒരാൾക്കും ഇതിന് ഇങ്ങനെയുള്ള ശിക്ഷിക്കപ്പോൾ ശരിക്കും വധശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ കുറ്റകൃത്യങ്ങൾ ഇനി ഉണ്ടാകാണ്ടിരിക്കുള്ളൂ. ഇത് നിയമമാണ്. അവൻ എന്ത് വേണം, രക്ഷിക്കണോ ശിക്ഷിക്കണോ എന്നൊക്കെയാണ് നിയമമാണ് നോക്കേണ്ടത്. ആ നിയമം എന്ന് പാവപ്പെട്ടതിന് അനുകൂലം തന്നെ അന്നേ കേരളം നന്നാവുള്ളൂ. അല്ലാണ്ടൊന്നും കേരളം നന്നാവില്ല. ഇപ്പോൾ ആൾക്കാർ കോവിഡിനെ കൊല്ലണത് ആ മനുഷ്യജന്മത്തിന് വിലയില്ല. ഇവിടെ ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ പട്ടാള ഭരണം വരണം, എന്നാലേ പാവപ്പെട്ടതിനൊക്കെ നീതി കിട്ടുള്ളൂ. അല്ലാത്ത കാലം വരെ നീതി ഉണ്ടാവില്ല. പോലീസിന് ജനത്തിൻ്റെ സ്വത്തും അവരുടെ ജീവനെ സംരക്ഷിക്കാനാണ് ഡ്യൂട്ടി. അവൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യണ സമയത്ത്, ഞാൻ നാടിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളാമെന്ന്. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടിയല്ല നിലകൊള്ളണം, പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണ്. നാളെ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ലൈഫിന്.